ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ട്രിപ്പിൾസ് ഗെയിമിംഗ്. സോ നമ്മളിന്ന് മിലിറ്ററി ബേസിൽ കയറി അവരുടെ ഹെലികോപ്റ്റർ അവരുടെ ട്രക്ക് നമ്മൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ സുഹൃത്തുക്കളെ. സോ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ വെറുതെ ചെന്ന് സുഖമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവന്മാരെ വെടിവെച്ച് കൊന്നു. സോ ഇത്തവണ അവന്മാരെ ഞാൻ എന്തായാലും തട്ടും. ഇവിടുന്ന് നേരെ മിലിറ്ററി ബേസിലോട്ട് പോകാൻ. ഇപ്പോൾ മിലിറ്ററി ബേസിലേക്ക് പോകാനുള്ള വഴിയാണ് ഞാൻ ആലോചിക്കുന്നത്. എവിടേക്ക് പോകണം? അപ്പുറ വഴി തിരിഞ്ഞു മറിഞ്ഞ് കയറി പോയാലോ, അല്ലേ വേണ്ട നമുക്ക് ഇപ്പുറ വഴി കയറി പോകാം. നമുക്കൊക്കെ എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മൾ ഇഷ്ടമുള്ള വഴിക്ക് പോകും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല മനസ്സിലാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാട്ടോ. ആ കാണുന്നതാണ് മിലിറ്ററി ബേസ്. ഇന്നും മിലിറ്ററിക്കാരെല്ലാവരും ഞാൻ തട്ടും. അവന്മാരുടെ ഫ്രണ്ട് വഴി എന്തായാലും പോകാൻ പറ്റില്ല. കാരണം ഫ്രണ്ട് വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവന്മാർ വെടിവെച്ച് കൊല്ലുമോ, എന്ത് ചെയ്യാൻ? എല്ലാവരും കൂടെ പടകളൊക്കെ പോലെ ഓടിയും വരും. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ആ സമയത്ത് നമുക്ക് സ്റ്റിക്കി ബോംബ് ഇവിടെ മൊത്തം വട്ടത്തിൽ എറിഞ്ഞു വെച്ചാലോ, എന്നിട്ട് പൊട്ടിച്ചാലോ. അല്ല വേണ്ട, ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ട് കാണിക്കാനാണല്ലോ. സോ എന്തായാലും നമുക്ക് എറിഞ്ഞു വെക്കാം. ആവശ്യം വന്നാൽ രണ്ട് നെക്കി എല്ലാത്തിനും തട്ടാം, ഞാൻ ഉൾപ്പെടെ. ചാവാൻ എനിക്കൊരു പേടിയില്ല മോനെ. ഞാൻ ചാത്താൻ നിന്നെ കൊല്ലും, നിങ്ങളുടെ എല്ലാവരെയും ഞാൻ കൊല്ലും. അയ്യോ എടാ മണ്ടം കയറല്ലേ. എടാ മണ്ടം ഫ്രാങ്ക്ലിൻ ദേ കിടക്കണു. മണ്ടം ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ മണ്ടം ഫ്രാങ്ക്ലിൻ വെറും മണ്ടനാണ് ഇവൻ, വെറും മണ്ടൻ. മുടിയിൽ നീട്ടി കഞ്ചാവെന്ന് തോന്നിക്കുമെങ്കിൽ ഇവൻ്റെ തലയിലൊരു ബുദ്ധിയില്ല. ഇവരെ തല കളിമണ്ണ്. നമുക്കിതിൽ ഓടിച്ചില്ല. ബാക്കിൽ നമുക്ക് സ്റ്റിക്കി ബോംബ് എറിയാം. ഇവിടെയൊക്കെ സ്റ്റിക്കി ബോംബ് എറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ നമ്മൾ എന്തെങ്കിലും പിടിച്ച് ചെയ്യുമോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാന്നില്ല. എന്നാലും സ്റ്റിക്കി ബോംബ് നമുക്ക് ഇങ്ങോട്ട് ഇതിൻ്റെ അകത്തേക്ക് കൂടെ പോകണേ. അകത്തേക്ക് തീർച്ചടിച്ച് പോകുന്നുണ്ട് മോനെ. ഇതെന്താ മോനെ അങ്ങനെ പോണേ? മുന്നീറേ കണ്ണ് ചിമ്മു മുന്നീറേ. ഞാൻ ഭൂതമോ? ഞാൻ ഇപ്പുറത്തി അയ്യേ ബഗ്ഗാന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഇപ്പുറത്തോട്ടും കയറാം. ആദ്യമേ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ ആദ്യം അവരുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ കുറേ വെടിയും കൊണ്ട് ചത്തുപോയി. എന്തായാലും ഇവിടെ കയറി ഇവിടെ വന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ചെന്ന് അവന്മാർ എന്തായാലും വെടിവെച്ച് കൊല്ലും. നമുക്ക് മിസൈൽ വെച്ച് 2 അടിയും കൊടുത്താലോ അവന്മാർക്കിട്ട് ഓടിച്ചില്ല. നമുക്ക് പരമാവധി ഇവരറിയാതെ ഹെലികോപ്റ്റർ തൂക്കണം. എന്നിട്ട് മറ്റേ സാധനം എടുക്കാൻ വരുമ്പോൾ അവന്മാർ ട്രക്ക് എടുക്കാൻ വരുമ്പോൾ എല്ലാത്തിനും കൂടെ അടിച്ച് എറിഞ്ഞ് ഒട്ടിക്കണം. എല്ലാത്തിനും കുറേ നേരം ഞാൻ ഇതിൽ ഓടുന്നു. ഒരുത്തിനും എന്നെ കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലും. എന്തായാലും ഇതേ കിടക്കണമെങ്കിൽ നമ്മുടെ ഹെലികോപ്റ്റർ ഞാൻ എൻ്റെ തല കണ്ടു. ഓക്കെ, ഹെലികോപ്റ്റർ എടുക്കുക, ഓട്ടുക. ഇവിടെ ഏതെങ്കിലും ഒരുത്തനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓട്ടുമ്പോൾ അവന്മാർ കണ്ട് വെടിവെച്ചിട്ടാലും നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചുറ്റും നോക്കിയിട്ട് ഇവിടെ ഒത്തിരി കാണാനില്ല. മിലിറ്ററി ബേസിൽ ആരും ഇല്ലടേ. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ബാക്ക് വഴിയൊക്കെ കയറി വന്നു. കഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാലും ചെറിയൊരു കഷ്ടപ്പാടുണ്ട്. ഇവിടെ വരെ വണ്ടി ഓടിച്ച് വന്നു. ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ഓടിയാലും ഇവിടെ നിന്ന് 1 2 3 4 5 എന്ന് പറയുമ്പോഴത്തേക്ക് ഓടി 1 2 3 ഓടടാ ഫ്രാങ്ക്ലിനെ. ഓക്കെ, അവൻ ഓടി. എന്തായാലും ഇപ്പോൾ ഓടിച്ചെന്ന് നമ്മൾ ഹെലികോപ്റ്റർ എടുക്കുന്നു. ഇവിടെ നിന്ന് പറന്നടിച്ച് പോകുന്നു. ഒരുത്തിനെയും കാണാനില്ലല്ലോ മച്ചോ. പറക്കട്ടാ മോനെ, ചാടട്ടാ മോനെ. എടാ പോടാ ഫ്രാങ്ക്ലിനെ. പറന്ന് നീ പറക്കുകയാണ്. അതാ വണ്ടി ഓടിക്കുന്നു. പക്ഷേ ഹെലികോപ്റ്റർ ഓടിക്കുന്നത് എന്നെ പഠിപ്പിക്കേണ്ട. എനിക്കറിയാം, നന്നായിട്ട് ഓടിക്കറിയാം. ഇതിനു മുമ്പ് നമ്മൾ ഹെലികോപ്റ്റർ മോഷ്ടിച്ചിട്ടുള്ളതാണ്. വേറെ എവിടെ നിന്നല്ല, നമ്മുടെ സ്വന്തം ടോണി സ്റ്റാർക്കിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ ഹെലികോപ്റ്റർ മോഷ്ടിച്ച് ഓടിയിട്ടുണ്ട്. അങ്ങനെ പക്ഷെ മോഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. പുള്ളി നമ്മളെ പിടിച്ചു. നമ്മൾ ജയിലിൽ പോയി കുറച്ച് കാലം അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണിപ്പോൾ. സോളമൻ എത്തിയടാ മക്കളെ. നമ്മൾ തിരിച്ചിവിടെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 എണ്ണത്തിനെ തട്ടാതെ പോയിട്ട് എനിക്ക് ഭയങ്കര മനോവിഷം. എന്തായാലും നമ്മുടെ AK-47 എടുത്ത് നമുക്ക് അവന്മാരുടെ നെഞ്ചത്ത് 2 എണ്ണം പൊട്ടിച്ചിട്ട് ഇവിടുന്ന് പോവാം. ലാൻഡ് ചെയ്യണം വേണ്ട. വെക്കടാ വെടി അവൻ്റെ നെഞ്ചത്ത്. മോൻ ഇതിൻ്റെ കൊള്ളാത്ത കൊള്ളുന്നുണ്ട്. ചോര തെറിക്കുന്നത് കള്ളാം. പാവം മരിച്ചുപോയി. പാവം വിട വാങ്ങി നമ്മുടെ അടുത്ത് നിന്നട തല. ഇപ്പോൾ ഹെലികോപ്റ്റർ കയറി ചത്തേനെ. നീ പരഞ്ഞു പോയനെ മോനെ ഫ്രാങ്ക്ലിനെ. നിൻ്റെ ജീവിതം ഇപ്പോൾ ഇവിടെ തീർന്നേനെ. ഇവിടെ 2 പേരെ ഞാൻ കണ്ടായിരുന്നു. 2 പേരെ കാണുന്നില്ല ഇപ്പോൾ. അവൻ എവിടെ പോയോ ആവോ. റോട്ടിൽ കൂടെ എടുത്ത് നടന്നു വന്നു. അവനെ നമുക്ക് സ്നൈപ്പർ വെച്ച് വിളിയൊക്കെ. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഞാനിപ്പോൾ ഉള്ളത് മിലിറ്ററി ബേസിലല്ല. മിലിറ്ററി ബേസിൽ നിന്ന് തൊട്ടപ്പുറമുള്ള റാമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ സ്നൈപ്പർ വെച്ച് അവനെ വെടി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ചത്തുപോയി. എന്നാലും വെടി. ഇനിയാണ് എൻ്റെ ഷോ. നമ്മൾ മിസൈൽ എടുത്തിട്ടുണ്ട്. മിസൈൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർപ്പറ വെടി വയ്ക്കണം. ഒരുത്തിനെ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്കും ഇവിടേക്കും മറിച്ചിടത്തേക്കും എല്ലാം ഞാൻ ഇടുന്നുണ്ട്. അത് എവിടെയെങ്കിലും ഒരുത്തിനെങ്കിലും കൊണ്ടുവന്നില്ല. ഞാൻ വണ്ടിക്ക് പോകുന്നതിന് വെടി വയ്ക്കുന്ന കിട്ടും നടക്കുന്നില്ല. അവൻ്റെ മേത്തോർണം പോലും കൊള്ളുന്നില്ല. എനിക്ക് ഒന്നും തെറ്റിപ്പോകുന്നു. ഒന്നുമില്ല, നമ്മൾ താഴെ ലാൻഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ സ്നൈപ്പർ വെച്ച് 2-3 എണ്ണത്തിനെ തട്ടണം. ഇവിടെ നിന്ന് മോനെ നിന്നെ തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ഒറ്റ വെടിക്ക് തീരണം മോനെ. ഒറ്റ വെടിക്ക് തീർന്നില്ല. 2 3 ഇവനെന്തായാലും തട്ടും നമ്മൾ. ഒടുക്കത്തെ ചുമയും വന്നിട്ടോ. ഒന്നുമില്ല മോനെ, വാടാ മോനെ കൊച്ചർക്കടാ. എടാ വെടിവെക്കടാ നീ വെടിവെക്കടാ. സ്നൈപ്പർ നീ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ നീയല്ല എന്നെ വെടിവെച്ച് കൊന്നത്. പന്നി നിന്നെ നോക്കി നടക്കുമായിരുന്നു ഞാൻ. ആടാ മോനെ ഗൊമ്മല്ലേടാ. സാരമില്ല കേട്ടോ. മോനൊക്കെ 2 വെടിക്ക് തീർന്നു. ഇവനെ ഇനി എങ്ങനെ വെടിക്കും? ഒന്നും കൊള്ളണില്ല ഇവൻ. ഷിറ്റ്, ഇവൻ്റെ മേത്തോർണം പോലും കൊള്ളുന്നില്ല ഗൈസ്. അതൊക്കെ മറ്റേ മതിലല്ല ചെങ്ങലെ തട്ടി അവിടെ തന്നെ നിൽക്കുന്നു. അകത്തോട്ടൊന്നും കയറുന്നില്ല. എനിക്ക് തോന്നുന്നു നമുക്കൊരു മിസൈൽ എടുത്ത് അവൻ്റെ നെഞ്ചത്തോട്ട് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. എന്തായാലും നമുക്കൊരു മിസൈൽ എടുക്കണം. മിസൈൽ എവിടെ? മിസൈൽ വരൂ. ആടാ മോനെ നീ തീർന്നടാ കൊച്ചർക്കാ. നീ തീർന്ന്. എടാ മോനെ അവൻ്റെ തലയ്ക്ക് നോക്കി ഓർമ്മപ്പെടാ. ഓക്കെ, പോട്ടി തെറിച്ചിരിക്കുന്നു. മൊത്തത്തിൽ
മിലിറ്ററി ബേസ് തന്നെ ഇവിടെ നിന്ന് ഒരുത്തൻ്റെ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വീട്ടിൽ വെച്ചാൽ കോവിൽ അങ്ങകലെയായിട്ടൊരുത്തനെ ഞാൻ കാണുന്നുണ്ട്. അവൻ്റെ അയ്യോ ഉന്നം തെറ്റിപ്പോയി. അവൻ്റെ മേത്ത് പോലും അത് കൊണ്ടില്ല. നമുക്ക് ആ താഴേക്കിടാം, എങ്കിലേ അവൻ്റെ മേത്തത് കൊള്ളത്തുള്ളൂ. ഓക്കെ, നീയും തീർന്നു മോനെ. എടാ ഒരുത്തിന് ഈ സൈഡിൽ നിൽപ്പണ്ടാ. അവനെ ഞാൻ ഇപ്പോഴാണ് കാണാം. അവൻ്റെ കാല് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അവൻ ചത്തു. ഇവനെപ്പോഴും ഇവിടെ വന്നേ. ഇവനും ചത്തുപോയി. പാവങ്ങൾ. ഇതേ ട്രക്ക്. എന്തായാലും നമ്മൾ ഹെലികോപ്റ്റർ എടുത്തു. ഇനിയിപ്പോൾ ഒരു ട്രക്ക് കൂടെ എടുക്കാവുള്ളൂ. ആ ട്രക്കും കൂടെ നമുക്കങ്ങ് തൂക്കിയേക്കാം. നേരെന്ത് പറയാൻ, ഇവിടെ ഞാനല്ലേ ഉള്ളൂ. ഓക്കെ, ഈ ട്രക്ക് എവിടെ നിന്നെങ്കിലും നമുക്ക് സംഘടിപ്പിക്കണം. ഈ ട്രക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇത്ര കഷ്ടപ്പെട്ടത്? അയ്യോ, ഡോർ അപ്പുറയാണല്ലോ. നാണം കിട്ടും. ഫ്രാങ്കിൽ ഇത്ര എവിടെ നിന്ന് വെച്ചൊരു വെടി വെച്ചല്ലോ എന്നെ. എവിടെ നിന്ന് അത് പിന്നെയും വെക്കുന്നു. എടാ ഫ്രണ്ടിൽ നിൽക്കുന്നോളാ, നിന്നെ ഇന്ന് തീർക്കോളാം ഞാൻ. എടാ മോനെ, കൊമ്മാലെടാ നീയും വരുന്നോ? നിനക്കൊക്കെ ചാവാൻ ധൃതിയാണല്ലേ. നിന്നെയൊക്കെ ഞാൻ വെറുതെ വിട്ടത്. അന്നേരം പിന്നെയും വന്ന് എന്നെ കൊല്ലാൻ നോക്കുന്നു. മോനെ നീ തീർന്നുട്ടോ. നമ്മളെ അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ട്രക്കും എടുത്ത് സ്ഥലം വിടുന്നു. വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോം. ഹെലികോപ്റ്ററിലേക്കാണെന്ന് എടുത്തോളും. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ട്രക്കുമായിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. സോ നമ്മുടെ ഇന്നത്തെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഗുഡ് ബൈ.